നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാളയാർ ആൾക്കൂട്ട കൊലയ്ക്ക് പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമെന്ന വിമർശനമുയർത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. അതിഥി തൊഴിലാളിയായ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭയ്യാലിനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണ്. ബംഗ്ലാദേശി എന്ന് ആക്ഷേപിച്ചാണ് ആൾക്കൂട്ടം രാംനാരായണനെ ആക്രമിച്ചതെന്നും RSS നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ രാംനാരായണന്റെ കുടുംബത്തോടൊപ്പമുണ്ട്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുവാൻ വേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തൊഴിൽ തേടിയെത്തിയ ആ യുവാവിനെ അറിയപ്പെടുന്ന RSS പ്രവർത്തകരടങ്ങിയ സംഘം വിചാരണ ചെയ്ത് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ബംഗ്ലാദേശി എന്ന ചാപ്പകുത്തൽ വംശീയ വിദ്വേഷത്തിൽ നിന്നും വംശീയ രാഷ്ട്രീയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ വിഷത്തിന്റെ ഇരയാണ് രാംനാരായൺ. ആൾക്കൂട്ട കൊലപാതകം എന്ന് മാത്രമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും പറയുന്നത്. അതിന്റെ ഉത്തരവാദികളെ വ്യക്തമായിട്ടും മറച്ചുവെക്കുന്നത് എന്തിനാണ് എന്നും അദ്ദേഹം ചോദിച്ചു. അറസ്റ്റിലായവർ 2 CPM പ്രവർത്തകരെ വീട്ടിൽ കയറി കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളുമാണ്. അവരുടെ രാഷ്ട്രീയവും ക്രിമിനൽ പശ്ചാത്തലവുമെല്ലാം വ്യക്തമാണ്. എന്നിട്ടും ആ വിദ്വേഷ രാഷ്ട്രീയമാണ് അതിന് പിന്നിലെന്ന് മറച്ചുവെക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ CPM വിദൂര ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ ആഘോഷിക്കപ്പെടുമായിരുന്നു ഈ ആൾക്കൂട്ടക്കൊല എന്നും അദ്ദേഹം ചോദിക്കുന്നു. സംഘപരിവാർ നേതൃത്വത്തിനു നേരെ ഒരു ചോദ്യം പോലുമില്ല. ഇത് മറച്ചുവെക്കുക വഴി ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന് വളമിടുകയാണ് നാം ചെയ്യുന്നത്. അതിനെ തുറന്നു കാണിക്കുവാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നും എം.പി. രാജേഷ് കൂട്ടിച്ചു. സർക്കാർ രാംനാരായണന്റെ കുടുംബത്തോടൊപ്പമുണ്ടെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും എം.പി. രാജേഷ് പറഞ്ഞു. 5 പേരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികൾ ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകുകയില്ല. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുവാനായി പഴുതടച്ച നടപടികൾ ഉണ്ടാകും. മലയാളിയല്ലാത്ത ഏതൊരാളും ബംഗ്ലാദേശിയാണ് എന്നതാണ് RSS കേരളത്തിൽ നടത്തുന്ന പ്രചാരണം. അങ്ങനെ ചാപ്പകുത്തി അവരെ തല്ലിക്കൊല്ലുകയാണ്. ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി, പിന്നെ തല്ലിക്കൊല്ലുക എന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഉത്തരേന്ത്യൻ ആൾക്കൂട്ട കൊലകൾക്ക് RSS ആണ് നേതൃത്വം കൊടുക്കുന്നത്. ഈ കേസിലും പ്രതിസ്ഥാനത്ത് സംഘപരിവാറാണ് എന്നും എം.പി. രാജേഷ് കൂട്ടിച്ചേർത്തു. ഡിസംബർ 18-നാണ് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണനെ മോഷ്ടാവ് എന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. എന്നാൽ രാംനാരായണന്റെ കയ്യിൽ മോഷണ വസ്തുക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നീ ബംഗ്ലാദേശിയാണോടാ എന്നടക്കം ചോദിച്ചായിരുന്നു മർദ്ദനമെന്നാണ് പറയുന്നത്. സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം റാമിന് മർദ്ദനമേൽക്കേണ്ടി വന്നു. വാളയാർ അട്ടപ്പള്ളത്ത് വെച്ച് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് റാമിന് മർദ്ദനമേറ്റത്. അവശനിലയിൽ രാംനാരായണനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെട്ടു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.